അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവിധ റേഷൻ അറിയിപ്പുകളും യഥാസമയം അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. ആദ്യത്തെ അറിയിപ്പ്, അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ 1-ാം തീയതി മുതൽ 1 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ അർഹരായവർക്ക് വിതരണം ചെയ്യും എന്നാണ് ഗവർണർ കഴിഞ്ഞ ദിവസം മുഴുവൻ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സർക്കാർ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിലവിൽ നീല, വെള്ള കാർഡ് ഉള്ളവർക്കാണ് മഞ്ഞ, പിങ്ക് കാർഡുകളിൽ നിന്ന് മാറുന്നതിനുള്ള അവസരം ഒരുക്കുന്നത്. 2024 ജനുവരി മാസം മുതൽ അടുത്ത 5 വർഷത്തേക്ക് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാർക്ക് അരിയും ഗോതമ്പും എല്ലാം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും സൗജന്യമാക്കി കഴിഞ്ഞു. APL റേഷൻ കാർഡുകൾ ആയ നീല, വെള്ള കാർഡുകാരെക്കാൾ കൂടുതൽ റേഷൻ വിഹിതവും BPL കാർഡുകൾക്കുണ്ട്. മണ്ണെണ്ണയും ആട്ടയും നിലവിൽ മുൻഗണനാ കാർഡുകൾക്ക് മാത്രമാണുള്ളത്. ഇതുപോലെ തന്നെ ആട്ടയും നിലവിൽ മുൻഗണനാ കാർഡുകാർക്ക് മാത്രമാണുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻഗണനാ കാർഡുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ആയിട്ടും പണ്ടേ ലഭിച്ച മുൻഗണനാ കാർഡുകൾ തുടർന്നും കൈവശം വെച്ചിരിക്കുന്ന അനർഹരിൽ നിന്നും അവ പിടിച്ചെടുത്താണ് അർഹർക്ക് അത് നൽകുന്നത്. ചിലർ സ്വമേധയാ മുൻഗണനാ കാർഡുകൾ തിരികെ നൽകി പകരം പൊതുവിഭാഗം കാർഡായ വെള്ള കാർഡിലേക്ക് മാറുന്നുണ്ട്. സർക്കാർ അധികാരമേറ്റ ശേഷം മുൻഗണനാ കാർഡുകൾക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. നീല, വെള്ള കാർഡുകൾ 3,61,178 കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡ് കഴിഞ്ഞ വർഷം വരെ നൽകിയതെന്ന് ഭക്ഷ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. 2024 ജനുവരിയിൽ 4,45,787 കുടുംബങ്ങൾക്ക് കൂടി മുൻഗണനാ കാർഡുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ 4,12,913 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് ലഭ്യമാകും. അർഹതയുള്ള പല കുടുംബങ്ങൾക്കും മുൻഗണന നൽകിയാലും ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ. അതിനാൽ ഇനിയും അനർഹരുടെ കൈകളിലിരിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ കർശന പരിശോധന നടപടികളിലൂടെ തിരിച്ചെടുത്ത് അർഹരായ നീല, വെള്ള കാർഡ് ഉടമകൾക്ക് നൽകും. ഇതോടെ മുൻഗണനാ കാർഡ് ഉണ്ടായിട്ടും മാസങ്ങളോളം റേഷൻ വാങ്ങാത്ത 10,000 കണക്കിന് പേരാണ് സംസ്ഥാനത്തുള്ളത്. 3-4 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകാരുടെ വിവരം ലഭിച്ച ശേഷം സീസണിംഗ് ഇൻസ്പെക്ടർമാർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും തുടർന്ന് ആയിരക്കണക്കിന് അനർഹരുടെ കാർഡുകൾ പിടിച്ചെടുത്ത് അവരെ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ മാത്രം 5,110 പിങ്ക് കാർഡുകാരെയും 475 മഞ്ഞ കാർഡുകാരുടെയും ഇത്തരത്തിൽ ഒഴിവാക്കിയിരുന്നു. മറ്റു ജില്ലകളിലും ഈ നടപടികൾ തുടരുകയാണ്. സർക്കാർ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തപ്പോൾ അത് വാങ്ങിക്കാതിരുന്നത് മുൻഗണനാ കാർഡുകാരുടെയും ലിസ്റ്റ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ വിശദീകരണം ഓണക്കിറ്റ് വാങ്ങാതിരുന്നത് നൽകാത്തവരെയും ഒഴിവാക്കുന്നതാണ്. 2024 മുൻഗണനാ കാർഡിലുള്ള ഓൺലൈൻ അപേക്ഷാ തീയതികൾ ഭക്ഷ്യവകുപ്പിൽ നിന്നും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഇനി കേവലം 3 ദിവസങ്ങൾ കൂടി മാത്രമാണ് ജനുവരി റേഷൻ വിതരണമുള്ളത്. ഇടയ്ക്ക് ട്രാൻസ്പോർട്ടിംഗ് കർഷകരുടെ സമരം ഉണ്ടായിരുന്നു. ജനുവരി പകുതി ശേഷമാണ് റേഷൻ വിതരണം സജീവമായത്. ഇപ്പോൾ റേഷൻ കടകളിലൂടെ 6 അരിയാണ് നൽകുന്നത്. പച്ചരി, പുഴുക്കലരി, മട്ട അരി എന്നിവയ്ക്ക് പുറമെ സമ്പുഷ്ടീകരിച്ചതും സമ്പുഷ്ടീകരിക്കാത്തതുമായ അരിയും വിതരണം ചെയ്യുന്നുണ്ട്. ഇവ ഒരേ ബില്ലിൽ തന്നെ പ്രത്യേകമായി രേഖപ്പെടുത്തി നൽകും. റേഷൻ അരിയിൽ നിന്നും ഫോർട്ടിഫൈഡ് അരി മാത്രമാണ് ഏതാനും മാസങ്ങളായി വിതരണം ചെയ്തത്. എങ്കിലും മുൻപ് വിതരണം ചെയ്തത് സ്വീകരിക്കാത്തവരെ പല റേഷൻ കടകളിലും സ്റ്റോക്കുണ്ട്. ഇതും വിൽക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനുവരി 31-നുള്ളിൽ തന്നെ എല്ലാ റേഷൻ ഉപഭോക്താക്കളും റേഷൻ വാങ്ങുവാൻ ശ്രമിക്കുക. ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി റേഷൻ വാങ്ങുന്ന പാവപ്പെട്ട ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.